നമസ്കാരം, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് എന്നൊരു ടോപ്പിക് എങ്ങനെ പഠിക്കണം, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഏതെല്ലാം ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം, ഒപ്പം തന്നെ ഒരു ടോപ്പിക്ക് നമ്മൾ എന്തെല്ലാം രീതിയിൽ ഏതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമുക്കൊരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നു, ശേഷം നമ്മൾ അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ സിലബസിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അത് ഏറ്റവും റാങ്ക് മേക്കിംഗ് പാർട്ടായിട്ട് മാറുന്ന ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ടോപ്പിക്കുകളുണ്ട്, അത് കൃത്യമായി കവർ ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. എന്നാൽ ശ്രമിച്ചാൽ അത് എളുപ്പവുമാണ്. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത, നമ്മൾ എക്സാമിന് ആവശ്യമായ മുഴുവൻ കറണ്ട് അഫയേഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, ഏതെല്ലാം രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരികയാണ്. നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അതിൽ നിന്ന് ലഭിക്കും. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാം നടക്കുന്നതിന് ഒരു മാസം മുമ്പ്, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ 2026 ജനുവരിയിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത് വെച്ചു. അപ്പൊ എന്താണ്, 2025 ഡിസംബർ വരെ ആ ഒരു ടൈം കണക്കാക്കി ബാക്കിലോട്ട് 1.5 മുതൽ 2 വർഷം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മിനിമം 1 മുതൽ 2 വർഷം വരെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പ്രധാനമായിട്ടും 2024 നടക്കുന്ന ഒരു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് 2025 എന്ന് പറയുന്ന വർഷത്തിൽ നിന്നാണ്. മനസ്സിലായല്ലോ? എന്നാൽ 2023ലെയും 24ലെയും ചോദ്യങ്ങൾ വരാം. അപ്പൊ നമുക്ക് തോന്നുന്നു 2-3 വർഷത്തെ കാര്യങ്ങൾ എങ്ങനെ പഠിക്കും, സെയിം കണ്ടന്റ് തന്നെയല്ലേ റിപ്പീറ്റ് വരുന്നു. ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാൻ 1-2 എക്സാമ്പിൾ സഹിതം അത് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കറിയാം, അടുത്തിടെ കഴിഞ്ഞു പോയ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും വലിയ 2 മിഷൻസ് ആയിരുന്നു. ഒന്ന് ചാന്ദ്രയാൻ 3യും അടുത്തത് ആദിത്യ L1. അപ്പൊ ഈ ചാന്ദ്രയാൻ എന്ന് പറയുന്നത് 2023 ജൂലൈയിലാണ് വിക്ഷേപിക്കുന്നത്. ആദിത്യ L1 എന്ന് പറയുന്നത് 2023 സെപ്റ്റംബറിലാണ് വിക്ഷേപിക്കുന്നത്. ശേഷം 2024 ജനുവരി 6 ശേഷം 2024 ജനുവരി 6 അത് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 2 ടോപ്പിക് ഏത് വർഷത്തേതാണ്? 2023ലേതാണ്. പക്ഷേ 2026 പരീക്ഷയിൽ ഇത് ചോദിക്കാം. അതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ? ഇനി സ്പോർട്സിൽ ഇതുപോലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ത്യ അവസാനമായി 2020 വേൾഡ് കപ്പ് ജയിച്ചത് 2024, അതായത് മെൻസ് 2020 വേൾഡ് കപ്പ് ഓസ്ട്രേലിയയിലും വെസ്റ്റ് ഇൻഡീസിലും വെച്ച് 2024 നടന്നിരുന്നു. ഇന്ത്യ ജേതാക്കളായി. നെക്സ്റ്റ് 2026 2020 വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വെന്യൂസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ബാക്ക് ഇയർ ചോദിക്കാം. അപ്പൊ എക്സാം നടക്കുന്നത് 2026, പക്ഷെ ചോദിക്കുന്ന ഏത് വർഷത്തെയാണ്? 2024ലേതാണ്. വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചർച്ചയാവുന്ന ഒരു സംഭവമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അതായത് PM ശ്രീ സ്കീമും അതുപോലെ PM ഉഷ സ്കീമും ഒക്കെ എല്ലാവരും കേൾക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയില് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ പോളിസി പ്രഖ്യാപിച്ച 2020ലാണ്. സ്റ്റിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അതിന്റെ അപ്ഡേഷൻസ് ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ബാക്ക് ഇയർ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. നമുക്ക് മനസ്സിലാവും സ്റ്റിൽ റെലവെന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്ന്. അതല്ലാതെ നോർമലി നമ്മളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ബാക്കിൽ നിന്ന് 1 വർഷം അല്ലെങ്കിൽ 1 വർഷം മുതൽ 2 വർഷം. ഇപ്പൊ 2026ലാണെങ്കിൽ ജനുവരി ബേസ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് 2025ലെ ഫാക്ട്സ് ആണ്. ഇത് കൂടാതെ എന്ത് പഠിക്കണം? 2024ലെ ഫാക്ട്സും പഠിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം ടോപ്പിക്കുകൾ പഠിക്കണം. ടോപ്പിക്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. ഡെവലപ്മെന്റ്സ് എന്ന് നമുക്കതിനെ കോമൺ ആയിട്ട് പറയാം. ഡെവലപ്മെന്റ്സ് എന്ന് പറയാം. ഏറ്റവും കോമൺ ആയിട്ട് അതിനെ എന്ത് വിളിക്കാം? ഡെവലപ്മെന്റ്സ്. ഡെവലപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കണ്ടന്റുകൾ വരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ പുതിയതായിട്ട് ഒരു ഫൈറ്റർ ജെറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യ പുതിയതായിട്ടൊരു മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ISROയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ DRDOയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ DRDOയുമായി ബന്ധപ്പെട്ട് അതൊരു പുതിയ കണ്ടന്റ് അല്ലേ? അല്ലെങ്കിൽ ഇന്ത്യ ഒരു പുതിയ ഷിപ്പ് കമ്മീഷൻ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ റെയിൽവേ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പുതിയൊരു റെയിൽ പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു.
ഇന്ത്യയിൽ പുതിയതായിട്ടൊരു ബ്രിഡ്ജ് നിലയിൽ വരുന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ ചെനാബ് ബ്രിഡ്ജ് നിലയിൽ വന്ന ഒരു ഡെവലപ്മെന്റ് അല്ലേ. വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്തു, ഒരു ഡെവലപ്മെന്റ് അല്ലേ. മനസ്സിലായല്ലോ. ഇങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്, ഇൻഫ്രാസ്ട്രക്ചർ പറയുമ്പോൾ നമുക്കറിയാം അതിൽ റോഡ്, റെയിൽവേ കണക്ടിവിറ്റീസ്, മറ്റ് സൗകര്യങ്ങളെല്ലാം വരും. പിന്നെ സ്കീംസ്, അതായത് പദ്ധതികൾ, മനസ്സിലായല്ലോ. അതെല്ലാം എന്തിൽ വരുന്നതാണ്? ഡെവലപ്മെന്റ്സിൽ വരുന്നതാണ്. ഇപ്പൊ സ്കീംസ്, സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്, അതേപോലെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം കോമൺ ആയിട്ട് നമുക്ക് ഏതൊരു ടോപ്പിക്കിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാം? ഡെവലപ്മെന്റ്സിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ നാഷണൽ, ഇന്റർനാഷണൽ ലെവലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഏത് ലെവലിലുള്ളത് കൊടുക്കണം? നാഷണൽ ലെവലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, ഇന്റർനാഷണൽ ലെവലുള്ളത്. നാഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ ചില സ്റ്റേറ്റുകളെ ബേസ് ചെയ്ത് ഇതുപോലുള്ള അപ്ഡേഷൻസ് ഒക്കെ വരാം, മനസ്സിലായല്ലോ. അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് കോമൺ ആയിട്ടുള്ള അപ്ഡേഷൻസ് വരാം. പിന്നെ ഇന്റർനാഷണൽ ലെവലുള്ള അപ്ഡേഷൻസ് വരാം. ഇന്റർനാഷണൽ ലെവലിൽ ഈ പറഞ്ഞ നാസയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ട്, അല്ലെങ്കിൽ G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ, അങ്ങനെ നാഷണൽ, ഇന്റർനാഷണൽ ലെവലുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡെവലപ്മെന്റ്സിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഭാഗം എടുക്കാം. ഡെവലപ്മെന്റ്സിൽ അതിൽ വരും. ഇത് കൂടാതെ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, സയൻസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ വർഷവും നൊബേൽ പ്രൈസ് പ്രഖ്യാപിക്കും. നമുക്കറിയാം നൊബേൽ പ്രൈസിൽ സയൻസിനാണ് ഏറ്റവും കൂടുതൽ ടോപ്പിക്കുകൾ വരുന്നത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ മെഡിസിൻ, ഇങ്ങനെ 3 ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അല്ലാതെ നമുക്ക് എക്കണോമിക്സ്, ലിറ്ററേച്ചർ, പീസ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കാറ്റഗറീസ് ചെയ്ത് വരുന്നത് ഇവിടെ നിന്നാണ്, അത് സയൻസിൽ നിന്നാണ്. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ്, ഇന്റർനാഷണൽ സയൻസ് ഡേ അല്ലെങ്കിൽ നാഷണൽ സയൻസ് ഡേ, സയൻസുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേഷൻസ് എല്ലാം അതിൽ വരും. ഇനി ഏറ്റവും വൈഡായിട്ട് കറണ്ട് അഫയേഴ്സ് പാർട്ട് വരുന്ന ഒരു ഭാഗമാണ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. ഏറ്റവും വൈഡായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇത്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ആർട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കലാ, കായികം, സിനിമ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പൊ ഇന്റർനാഷണൽ ലെവൽ ഓസ്കർ അവാർഡ്സ് വരും, നാഷണൽ ലെവൽ നാഷണൽ ഫിലിം അവാർഡ്സ് വരും, അതേപോലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വരും. പിന്നെ മറ്റ് ദേശീയ പുരസ്കാരങ്ങൾ, അതായത് ആർട്സിൽ തന്നെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം, സരസ്വതി സമ്മാൻ, JCB പുരസ്കാരം, മുമ്പേ പറഞ്ഞോട്ടെ. ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്ന നൊബേൽ പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു കാറ്റഗറി വരും. പിന്നെ സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ. കാരണം ലോകത്തെ ഏറ്റവും ജനകീയമായ സ്പോർട്സ് ഇനം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ആണ്. പക്ഷെ ഒരു വർഷം ഏറ്റവും കൂടുതൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റുകളാണ്. ഇപ്പൊ 2025 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ലെവൽ IPL ഉണ്ട്, ബോത്ത് വുമൻസ് ആൻഡ് മെൻസ് 2 IPL ഉണ്ട്. ശേഷം അണ്ടർ-19 വുമൻസ് 2020 വേൾഡ് കപ്പ് നടന്നിരുന്നു. അതേപോലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് 2025 നടന്നിരുന്നു. അതേപോലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് 2025 നടന്നു. ഇപ്പൊ വനിതകളുടെ ഏകദിന ലോകകപ്പ് 2025 നടന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ നാഷണൽ ലെവലിൽ നമുക്ക് രഞ്ജി ട്രോഫി പോലുള്ള ദേശീയ ടൂർണമെന്റുകളൊക്കെ ഉണ്ടെന്ന് പറയാം. പിന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ഒരുപാട് ചോദിക്കും, ലാലിഗ ഫുട്ബോൾ ടൂർണമെന്റിനെ കുറിച്ച് ചോദിക്കും. അതുപോലെ നെക്സ്റ്റ് ഇയർ 2026 വേൾഡ് കപ്പിന്റെ അപ്ഡേഷൻസ് ചോദിക്കും. അപ്പം കായിക ഇവന്റ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കും. അതുപോലെ അതിന്റെ വെന്യൂസ് ചോദിക്കും. അപ്കമിങ് വെന്യൂസ് ഉറപ്പായിട്ടും ഓരോ സ്പോർട്സ് ഇവന്റും ചോദിക്കും. അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത് ക്രിക്കറ്റ്, ഫുട്ബോൾ മാത്രമാണെങ്കിൽ ഹോക്കി, ചെസ്, ടെന്നീസ്, ഇങ്ങനെ പല കാറ്റഗറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു ഭാഗത്ത്. അത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ഭേദഗതികൾ വരും. ഇപ്പൊ നമുക്കറിയാം റീസെന്റ് നമ്മൾ ഇൻകം ടാക്സ് ആക്ടിനെ 1961 ഇൻകം ടാക്സ് ആക്ടിനെ 1961 ഇൻകം ടാക്സ് ആക്ടിനെ റീസെന്റ് നമ്മളൊന്ന് ഭേദഗതി ചെയ്തിരുന്നു. അതുപോലെ ഗെയിംസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാഷണൽ ഓൺലൈൻ ഗെയിമിംഗ് പ്രൊട്ടക്ഷൻ ബില്ല് പാസ്സാക്കിയിരുന്നു. അതിനുമുമ്പ് വഖഫ് ഭേദഗതി നിയമം എന്നൊരു നിയമം ഉണ്ടായിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയും അതേപോലെ റിപ്പബ്ലിക് ഡേയും വലിയ പ്രയോറിറ്റിയോട് കൂടി വരുന്നുണ്ട്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ പൊളിറ്റിക്സ് മെയിൻ ആയിട്ട് നമുക്ക് ഓരോ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റുകളുടെ ഭരണാധികാരികളോ ഭരണ ചേഞ്ചുകളോ അവരുടെ എന്തെങ്കിലും പുതിയ ഡിസിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്.
പിന്നെ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട മറ്റൊരു ഭാഗമാണ് വു ഇൻ വു, അതായത് പ്രധാനപ്പെട്ട നാഷണൽ ഇന്റർനാഷണൽ പൊസിഷനുകളിൽ ഇപ്പോൾ ആരാണ് ആ പദവി ഹോൾഡ് ചെയ്യുന്നതെന്ന് നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതേപോലെ UN സെക്രട്ടറി ജനറൽ, ഇങ്ങനെയുള്ള പദവികളുണ്ടല്ലോ. അതുപോലെ ചില സ്റ്റേറ്റുകളൊക്കെ പുതിയതായിട്ട് ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ചീഫ് മിനിസ്റ്ററായിട്ട് ആര് വരുന്നു. പിന്നെ നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ്, ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഭരണാധികാരികൾ ആരാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നേപ്പാളിലൊക്കെ ഇപ്പൊ ജെൻസി പ്രക്ഷോഭം നടന്നിരുന്നു, അങ്ങനെ ഭരണാധികാരികളൊക്കെ രാജിവെച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഭാഗത്ത് വരുന്നതാണ്. അപ്പൊ കോമൺ ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞതാണ്. ഇതിൽ തന്നെ നമുക്ക് സബ് ടോപ്പിക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും പഠിക്കുമ്പോൾ ഏതെല്ലാം ഭാഗത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം, അതുപോലെ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊരു അവയർനെസ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. തീർച്ചയായിട്ടും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഇതാണ്. ഇത് കൂടാതെ നമുക്ക് റയറായിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ കയറി വരും. അതൊക്കെ നമ്മൾ ജസ്റ്റ് കവർ ചെയ്ത് പോകേണ്ടതാണ്. ഇപ്പൊ ഈ നാഷണൽ ലെവലിലുള്ള ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞത് കൂടാതെ എന്തിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞുതരാം, റഷ്യ യുക്രൈൻ വാർ ഒരു വലിയ ഇഷ്യൂ അല്ലായിരുന്നു. ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ നാഷണൽ ലെവൽ പരീക്ഷകൾക്ക് പലപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് അത്. അതേപോലെ നാഷണൽ ലെവലിലെ വലിയ ഒരു ഇഷ്യൂ ആയിരുന്നു പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡെപ്ത്നെസ് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് എന്നൊരു ടോപ്പിക്ക് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്ത്യ കണ്ട റീസെന്റ് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു ഇൻസിഡന്റ് ആയിരുന്നു പഹൽഗാമിലെ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ എക്സാം ബേസ്ഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആസ് എ സിറ്റിസൺ നമുക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ അവയർനെസ് ഉണ്ടായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ അറ്റാക്ക് നടന്ന ഡേറ്റ് ആണ് 2025 ഏപ്രിൽ 22. പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന ഡേറ്റ് എന്താണ്? 2025 ഏപ്രിൽ 22 ആണ്. ഏപ്രിൽ 22 ഓർത്തിരിക്കാലോ. പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് നടന്നത് എന്താണ്? 2025 ഏപ്രിൽ 22. അപ്പോൾ പഹൽഗാം എന്ന് പറയുന്നത് കാശ്മീരിലെ അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതുപോലുള്ള ഇൻസിഡന്റുകൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ അതിന്റെ പേര് നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ പഹൽഗാം സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഏതാണ്? അനന്തനാഗ് ഡിസ്ട്രിക്ട്. ഏത് ഡിസ്ട്രിക്റ്റിലാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്? അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ കോമൺ ആയിട്ട് നമ്മൾ പഹൽഗാം എന്ന്, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. മൂന്നാർ എന്ന് പറയുന്നു. മൂന്നാർ എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആണോ? അല്ല. നമുക്കറിയാം മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 4 സൈഡിലോട്ട് ഇഷ്ടം പോലെ സ്പോട്ടുകളിൽ പോകാൻ കഴിയും. അതുപോലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ പഹൽഗാം. പഹൽഗാമിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആട്ടിടയന്മാരുടെ വാലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, ബൈസരൻ വാലി. ബൈസരൻ വാലി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ ബൈസരൻ വാലി എന്ന് പറയുന്ന ടൂറിസ്റ്റ് സ്പോട്ടിലാണ് കറക്റ്റ് ഈ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുന്നത്. കറക്റ്റ് ഈ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുന്നത് വളരെ സ്ലോപ്പി ആയിട്ടുള്ള ഒരു താഴ്വരയാണ്. അതിന് താഴെ ഒരു നദിയൊക്കെ ഒഴുകുന്നുണ്ട്. ഒരുപാട് സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയാണ് ഈ ബൈസരൻ വാലി. അപ്പോൾ ആ അറ്റാക്ക് ഉണ്ടായ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ പേരെന്താണ്? ബൈസരൻ വാലി എന്നാണ്. എന്താണ് ആ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ പേര്? ബൈസരൻ വാലി എന്നാണ്. ഈ ബൈസരൻ വാലിയുടെ ഏറ്റവും താഴെ കൂടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്, അതാണ് ലിഡേർ നദി. ശ്രദ്ധിച്ചോണം, റിവർ ഫ്ലോസ് ത്രൂ ബൈസരൻ വാലി. ബൈസരൻ വാലിയുടെ ഒഴുകുന്ന നദിയാണ് ഇത് ലിഡേർ നദി. ഇത് ഝലം നദിയുടെ ട്രൈബ്യൂട്ടറി ആണ്. നമ്മൾ പഠിക്കാറുണ്ട് സ്കൂൾ ക്ലാസ്സുകൾ മുതൽ സിന്ധു നദിയുടെ പോഷനദികളെ കുറിച്ച്. ഝലം, ചെനാബ്, രബി, ബിയാസ്, സത്ലജ് എന്ന് പറഞ്ഞു. അപ്പം ഈ ലിഡേർ എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷനദിയാണ്? അത് ഝലം നദിയുടെ പോഷനദിയാണ്. ക്ലിയർ ആണല്ലോ. പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് അനന്തനാഗ് ഡിസ്ട്രിക്റ്റിൽ. പഹൽഗാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലാണ്. കറക്റ്റ് അറ്റാക്ക് ഉണ്ടായ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ പേരെന്താണ്? ബൈസരൻ വാലി. ആ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ പേരെന്താണ്? ബൈസരൻ വാലി. ബൈസരൻ വാലിയുടെ ഒഴുകുന്ന നദിയാണ് ഇത് ലിഡേർ നദി. ഏത് നദിയാണ്? ലിഡേർ നദി. ലിഡേർ നദി ഏത് നദിയുടെ പോഷനദിയാണ്? അത് ഝലം നദിയുടെ പോഷനദിയാണ്. ലിഡേർ നദി എന്നത് പോഷനദിയാണ്, അത് ഝലം നദിയുടെ പോഷകനദിയാണ്. ക്ലിയർ ആണല്ലോ.
ഇനി ഈ അറ്റാക്ക് ഉണ്ടായ ഉടൻ തന്നെ ഒരു പാകിസ്ഥാൻ ഇസ്ലാമിക് സ്റ്റുഡൻസ് തീവ്രവാദ സംഘടന ഈ അറ്റാക്കിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. ആ സംഘടനയുടെ പേരാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്, TRF എന്നറിയപ്പെടും. പിന്നീട് അവർ അതിൽ നിന്നും പിന്മാറി എങ്കിൽ പോലും ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്കിന്റെ ഉത്തരവാദിത്തം ആദ്യം ഏറ്റെടുത്ത സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. റീസെന്റ് ഈ ഒരു സംഘടന വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അമേരിക്കയിൽ ഈ സംഘടനയ്ക്ക് ബാൻ ഏർപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ വലിയ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിന്റെ ഉത്തരവാദിത്തം ആദ്യം ഏറ്റെടുത്ത സംഘടന ഏതാണ്? ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. എന്താണ് സംഘടനയുടെ പേര്? ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. അപ്പോൾ ഉറപ്പായും പാകിസ്ഥാൻ അറിയാമായിരുന്നു. അപ്പം ഇത് ഇങ്ങനൊരു, നമുക്കറിയാം നിരന്തരമായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് തീവ്രവാദികളുടെ ഒരു എയിമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അവര് ടൂറിസ്റ്റുകളെയാണ് ആക്രമിച്ചത്, വിനോദസഞ്ചാരികളെയാണ് ആക്രമിച്ചത്. വിനോദസഞ്ചാര കേന്ദ്രമാണ് അവർ അറ്റാക്കിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസ് എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിനെയാണ്. സോ സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് ജമ്മു കാശ്മീരാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതിനു ശേഷം അവിടെ ടൂറിസത്തിന് വലിയ വളർച്ചയുണ്ടായി. സോ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിച്ചു, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകളും ഇൻകം അവിടെ ഉണ്ടായി. സോ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി തുടങ്ങി. സോ അവരെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് അവർക്ക് സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കുക, അതേപോലെ ടൂറിസ്റ്റുകളെ ആക്രമിച്ചാൽ പിന്നീട് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരാൻ പേടിക്കും. സോ അവരുടെ സാമ്പത്തിക സ്ഥിതി വീണ്ടും മോശമാകും. ഇങ്ങനെയുള്ള എയിമോട് കൂടിയൊക്കെയാണ് തീവ്രവാദികൾ ഈ പറഞ്ഞ ഏറ്റവും നിരപരാധികളായ ടൂറിസ്റ്റുകളെ ആക്രമിച്ചത്. സോ പാകിസ്ഥാൻ അറിയാമായിരുന്നു ഉറപ്പായിട്ടും സൈനിക തലത്തിൽ നമുക്കൊരു തിരിച്ചടി ലഭിക്കുമെന്ന്. പാകിസ്ഥാന് തിരിച്ചടി ലഭിക്കുന്നവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇന്ത്യ അതിനുവേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിനെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നീക്കമായിരുന്നു എന്ത്? ഓപ്പറേഷൻ സിന്ദൂർ. അവരുടെ തീവ്രവാദ ക്യാമ്പുകൾ കൃത്യമായി നമ്മൾ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു. 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഡേറ്റ് എന്താണ്? 2025 മെയ് 7. അപ്പോൾ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിന്റെ ഡേറ്റ് നമുക്ക് കിട്ടി 2025 ഏപ്രിൽ 22. 2025 ഏപ്രിൽ 22. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് മെയ് 7. ഈ ഒരു ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കൊടുത്ത ആരാണ്? പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കൊടുത്ത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കൊടുത്തത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായ ഡേറ്റ് എന്താണ്? 2025 ഏപ്രിൽ 22. അതേപോലെ പഹൽഗാം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? അനന്ത്നാഗ് ഡിസ്ട്രിക്ട്. അതേപോലെ കറക്റ്റ് ആ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ പേരെന്താണ്? ബൈസരൻ വാലി. കറക്റ്റ് ആ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ പേരെന്താണ്? ബൈസരൻ വാലി എന്നാണ്. ബൈസരൻ വാലിയിൽ ഒഴുകുന്ന നദിയാണ് ഏത്? ലിഡേർ നദി. ലിഡേർ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഝലം നദിയുടെ പോഷക നദിയാണ്. അതേപോലെ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആദ്യം ഏറ്റെടുത്ത സംഘടന ഏതാണ്? ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. അത് പാകിസ്ഥാനി ഇസ്ലാമിക് സ്റ്റുഡൻസ് തീവ്രവാദ സംഘടനയാണ്. ദെൻ പാകിസ്ഥാന് മേൽ നമ്മൾ നടത്തിയ സൈനിക ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അത് മെയ് 7. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയതാരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ഇപ്പൊ നമുക്കറിയാം ഈ ടൂറിസ്റ്റ് സ്പോട്ടിൽ വനിതകളെ ഒഴിവാക്കി പുരുഷന്മാരെയാണ് അവർ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചത്. സോ നമ്മൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ സിന്ദൂറിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ 2 വനിതാ ഉദ്യോഗസ്ഥരെയാണ് അപ്പോയിന്റ് ചെയ്തത്. ഫസ്റ്റ് പ്രസ് റിലീസ് അവരുടെ വകയായിരുന്നു. ഒന്ന് വ്യോമിക സിംഗ്. വ്യോമിക സിംഗ് അവരുടെ ഡെസിഗ്നേഷൻ വ്യോമസേന വിംഗ് കമാൻഡർ ആണ്. വിംഗ് കമാൻഡർ ആണ് വ്യോമിക സിംഗ്. അതേപോലെ സോഫിയ ഖുറേഷി, അത് കരസേനയിൽ ലഫ്റ്റനന്റ് കേണൽ ആണ്. സോഫിയ ഖുറേഷി ഏത് പദവിയിലാണുള്ളത്? കരസേന ലഫ്റ്റനന്റ് കേണൽ പദവിയിലാണ് സോഫിയ ഖുറേഷി ഉള്ളത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പ്രസ് റിലീസ് കണ്ടക്ട് ചെയ്ത് ആരൊക്കെ ചേർന്നാണ്? വ്യോമിക സിംഗ്, സോഫിയ ഖുറേഷി. ആരൊക്കെ ചേർന്നാണ്? വ്യോമിക സിംഗ്, സോഫിയ ഖുറേഷി. വ്യോമിക സിംഗ് വ്യോമസേന വിംഗ് കമാൻഡർ ആണ്. അതേപോലെ സോഫിയ ഖുറേഷി കരസേനയിൽ ലഫ്റ്റനന്റ് കേണൽ ആണ്. ദെൻ നമ്മൾ സാധാരണ ഒരു എക്സാം ഞാൻ മുമ്പേ പറഞ്ഞിട്ട് വു ഇൻ വു, നമ്മൾ ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അല്ലെങ്കിൽ കരസേനാ മേധാവി, നാവികസേനാ മേധാവി, വ്യോമസേനാ മേധാവി ഇങ്ങനെയുള്ള പദവികളൊക്കെ നമ്മൾ നോക്കി വെക്കാറുണ്ട്. എന്നാൽ ഈ മിലിറ്ററി ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദവിയുണ്ട് DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്. DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്. ഈ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ
ഇന്ത്യയുടെ DGMO ആയിരുന്നു ജനറൽ രാജീവ് ഖായ്, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്. ഇന്ത്യയുടെ DGMO ആരായിരുന്നു? രാജീവ് ഖായ് ആയിരുന്നു ഇന്ത്യയുടെ DGMO. രാജീവ് ഖായ് ഇന്ത്യയുടെ DGMO ആരായിരുന്നു? രാജീവ് ഖായ് ആയിരുന്നു ഇന്ത്യയുടെ DGMO. ഓക്കെ, അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ഉടൻ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ മെമ്മോറിയൽ പാർക്ക് സ്ഥാപിക്കപ്പെട്ടു ഗുജറാത്തിലെ കച്ചിലാണ്. ശ്രദ്ധിച്ചോണം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ മെമ്മോറിയൽ പാർക്ക് എവിടെ സ്ഥാപിക്കപ്പെട്ടു? കച്ച്, ഗുജറാത്ത്. ഓപ്പറേഷൻ സിന്ദൂർ പാർക്ക് എവിടെ സ്ഥാപിക്കപ്പെട്ടു? കച്ച്, ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ചിലാണ് ഓപ്പറേഷൻ സിന്ദൂർ പാർക്ക് സ്ഥാപിതമാകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓപ്പറേഷൻ സിന്ദൂർ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? കച്ച്, ഗുജറാത്ത്. അപ്പൊ ഈ ഒരു ആക്രമണത്തിന് നമ്മൾ യൂസ് ചെയ്ത വെപ്പൺസും അതേപോലെ ജെറ്റ് വിമാനങ്ങളൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ ഒരുപാട് മിസൈലുകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പ്രതിരോധിക്കപ്പെട്ടു. സോ നമ്മൾ യൂസ് ചെയ്ത മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400. ഇത് റഷ്യയിൽ നിന്നാണ് നമ്മൾ സ്വന്തമാക്കിയത്. ശ്രദ്ധിച്ചോണം, ഇന്ത്യ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഏത് രാജ്യത്താണ് സ്വന്തമാക്കിയത്? റഷ്യയിൽ നിന്നാണ്. ഇന്ത്യ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം സ്വന്തമാക്കിയ ഏത് രാജ്യത്താണ്? റഷ്യയിൽ നിന്നാണ് ഇന്ത്യ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം സ്വന്തമാക്കിയത്. ക്ലിയർ ആണല്ലോ? നമ്മൾ അതിനെ പ്രാദേശികമായിട്ട് സുദർശൻ ചക്ര എന്നൊക്കെ വിളിച്ചിരുന്നു. ഓക്കെ, എന്നാൽ പോലും കാശ്മീരിലെ കുറെ വീടുകളൊക്കെ അവർ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു. അപ്പൊ മിസൈലുകളാണ് റഡാറുകൾ ഉപയോഗിച്ച് ഈ S-400 തടഞ്ഞത്. അപ്പൊ ഈ ഡ്രോണുകളെ എന്ന് പറഞ്ഞാൽ നാനോ സൈസിൽ വരുന്നതാണ്. സോ അങ്ങനെ ഡ്രോണുകളെയും നാനോ മിസൈലുകളൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യ തദ്ദേശമായിട്ട് ഇൻഡിജിനസ് ആയിട്ട് ഒരു ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. അതിന്റെ പേരാണ് ഭാർഗവാസ്ത്ര. ശ്രദ്ധിച്ചോണം, ഇൻഡിജിനസ് ആന്റി ഡ്രോൺ ഓർ നാനോ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഇന്ത്യ. അതിന്റെ പേരാണ് എന്ത്? ഭാർഗവാസ്ത്ര. എന്താണ് അതിന്റെ പേര്? ഭാർഗവാസ്ത്ര എന്നാണ് അതിന്റെ പേര്. ക്ലിയർ ആണല്ലോ? ഇത് ഇന്ത്യ തദ്ദേശമായിട്ട് വികസിപ്പിച്ചതാണ്. പിന്നെ ഈ അറ്റാക്കിന് നമ്മൾ പ്രധാനമായി യൂസ് ചെയ്തത് റഫേൽ, മിറാഷ് യുദ്ധവിമാനങ്ങളാണ്. ഇന്ത്യ റഫേൽ യുദ്ധവിമാനങ്ങളും മിറാഷ് യുദ്ധവിമാനങ്ങളും ഫ്രാൻസിൽ നിന്നാണ് സ്വന്തമാക്കിയത്. നമ്മൾ ഈ അറ്റാക്കിന് വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് റഫേൽ, മിറാഷ് യുദ്ധവിമാനങ്ങളാണ്. ഇത് രണ്ടും നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വന്തമാക്കിയത്? ഫ്രാൻസിൽ നിന്നാണ് സ്വന്തമാക്കുന്നത്. ദെൻ സുഖോയ് യുദ്ധവിമാനങ്ങൾ നമ്മൾ യൂസ് ചെയ്തു എന്ന വാർത്തയുണ്ടായിരുന്നു. അത് നമ്മൾ റഷ്യയിൽ നിന്നാണ് സ്വന്തമാക്കിയത്. പിന്നെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയത് പാകിസ്ഥാന് മേൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് മേൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചത് ബ്രഹ്മോസ് മിസൈലാണ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് ഡെവലപ്പ് ചെയ്താണ് ബ്രഹ്മോസ് മിസൈൽ. 2007 ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ബ്രഹ്മോസ് ഇന്ത്യയുടെ ബ്രഹ്മപുത്ര, അതേപോലെ റഷ്യയുടെ മോസ്കോ, ഈ രണ്ട് നദികളുടെ പേര് ചേർത്താണ് ഇതിന് ബ്രഹ്മോസ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വാർത്താ പ്രാധാന്യം നേടിയ ഒരു ഇൻസിഡന്റ് ആയിരുന്നു, പാകിസ്ഥാന്റെ കുറെ ജെറ്റ് J-35 യുദ്ധവിമാനങ്ങൾ നമ്മൾ വെടിവെച്ചിട്ടിരുന്നു. പാകിസ്ഥാന് J-35 യുദ്ധവിമാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചൈനയാണ്. പാകിസ്ഥാന് J-35 യുദ്ധവിമാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് രാജ്യമാണ്? ചൈനയാണ്. ക്ലിയർ ആണല്ലോ ഇവിടെ പറഞ്ഞ പോയിന്റ്സ്? ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ആദ്യ പ്രസ് റിലീസ് കണ്ടക്ട് ചെയ്തത് ആരൊക്കെയായിരുന്നു? വ്യോമിക സിംഗ്, സോഫിയ ഖുറേഷി. ആരൊക്കെയായിരുന്നു? വ്യോമിക സിംഗ്, സോഫിയ ഖുറേഷി. അതേപോലെ ഈ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇന്ത്യയുടെ DGMO ആരായിരുന്നു? രാജീവ് ഖായ്. ആരാണ്? രാജീവ് ഖായ്. ദെൻ ഓപ്പറേഷൻ സിന്ദൂർ മെമ്മോറിയൽ പാർക്ക് എവിടെയാണ്? കച്ച്, ഗുജറാത്ത്. ഇന്ത്യ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഏത് രാജ്യത്ത് സ്വന്തമാക്കിയ? റഷ്യ. ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ആന്റി ഡ്രോൺ സാങ്കേതികവിദ്യയാണ് ഭാർഗവാസ്ത്ര. റഫേൽ, മിറാഷ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്ത് സ്വന്തമാക്കി? ഫ്രാൻസ്. സുഖോയ് യുദ്ധവിമാനങ്ങൾ നമ്മൾ സ്വന്തമാക്കിയത് റഷ്യയിൽ നിന്നാണ്. അതേപോലെ ബ്രഹ്മോസ് എന്ന് പറയുന്ന 2007 ഇന്ത്യയും റഷ്യയും ചേർന്ന് ഡെവലപ്പ് ചെയ്ത മിസൈലാണ്. പാകിസ്ഥാന് J-35 യുദ്ധവിമാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് രാജ്യമാണ്? ചൈനയാണ്. ഇത്രയൊക്കെയാണല്ലോ. അപ്പൊ ഇത് സൈനികപരമായ നടപടിയായിരുന്നു. അതിനുശേഷം നമ്മൾ നയതന്ത്രപരമായിട്ട് ഇൻഡസ് വാട്ടർ ട്രീറ്റി അഗ്രിമെന്റ് നമ്മൾ സസ്പെൻഡ് ചെയ്തു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഗ്രിമെന്റ് ആണ് സിന്ധു നദീജല കരാർ. ഇത് 2025 ഏപ്രിൽ 23, അതായത് നെക്സ്റ്റ് ഡേ ഏപ്രിൽ 22 പഹൽഗാമിൽ ടെററിസ്റ്റ് അറ്റാക്ക്. ഏപ്രിൽ 23 നമ്മൾ എന്ത് ചെയ്തു? ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്തു. അപ്പോൾ 1960 സെപ്റ്റംബർ 19 ശ്രദ്ധിച്ചോണം, 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. അത് ലോകബാങ്കിന്റെ മധ്യസ്ഥയിലായിരുന്നു. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്നായിരുന്നു ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ 1960 സെപ്റ്റംബർ 19 നമ്മൾ സൈൻ ചെയ്യുന്നത്. 1960 സെപ്റ്റംബർ 19, 19th സെപ്റ്റംബർ 1960
ശേഷം 1 ഏപ്രിൽ 1961 അത് പ്രാബല്യത്തിൽ വരുന്നത്. നെക്സ്റ്റ് സാമ്പത്തിക വർഷം മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അത് സൈൻ ചെയ്ത ആരൊക്കെ ചേർന്നാണ്? ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും ചേർന്നാണ്. ആരെല്ലാം ചേർന്നാണ് സൈൻ ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും ചേർന്നാണ് സൈൻ ചെയ്യുന്നത്. അന്ന് മീഡിയേറ്റർ ആയിട്ടുണ്ടാകുന്ന വേൾഡ് ബാങ്ക് ആണ്. ഈ എഗ്രിമെന്റ് പ്രകാരം വലിയ നദികളായ സിന്ധു, ചെനാബ്, ജലം, അതായത് ചലം, ചെനാബ്, സിന്ധു, ഇതിന്റെ അവകാശം പാകിസ്ഥാനും, രബി, ബിയാസ്, സത്ലജ് ഈ 3 നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കുമായിരുന്നു. ഇതായിരുന്നു ആ എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റ് പ്രകാരം രബി, ബിയാസ്, സത്ലജ് ഇവയുടെ നിയന്ത്രണം ഇന്ത്യക്കും, അതേപോലെ സിന്ധു, ചെനാബ്, ജലം ഇവയുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ്. ഇപ്പൊ നമ്മൾ ഈ കരാർ റദ്ദ് ചെയ്തതിനു ശേഷം ഒരുപാട് വലിയ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഈ നമ്മള് ഉറി ഡാം, ചലം നദിയിലുള്ള ഉറി ഡാം തുറന്നുവിട്ടു. അതേപോലെ ചെനാബ് നദിയിൽ ബഗ്ലിഹാർ, സലാല് എന്നിങ്ങനെ 2 ഡാമുകൾ ഉണ്ടായിരുന്നു. 2 ഡാമുകളും ബ്ലോക്ക് ചെയ്തു എന്നിങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേട്ട പ്രധാനപ്പെട്ട മറ്റൊരു ഇൻസിഡന്റ് ആണ് ഓപ്പറേഷൻ മഹാദേവ്. അതായത് ഈ തീവ്രവാദ ആക്രമണത്തിന് കുറെ പ്രാദേശികമായിട്ടുള്ള വ്യക്തികൾ സപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് പ്രാദേശിക തീവ്രവാദികൾ സപ്പോർട്ട് ചെയ്തിരുന്നു. അവരെ വധിച്ച സൈന്യത്തിലെ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ മഹാദേവ്. അതായത് ലോക്കൽ ടെററിസ്റ്റുകളെ വധിച്ച സൈന്യത്തിന്റെ ദൗത്യത്തിന് കൊടുത്ത പേരാണെന്ത്? ഓപ്പറേഷൻ മഹാദേവ്. അപ്പോൾ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിനെ തുടർന്ന് നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്തെന്നാണ് 23 ഏപ്രിൽ 2025. എഗ്രിമെന്റ് സൈൻ ചെയ്തത് 19 സെപ്റ്റംബർ 1960. സൈനഡ് ബൈ ജവഹർലാൽ നെഹ്റു ആൻഡ് അയൂബ് ഖാൻ. അതുപോലെ മീഡിയേറ്റർ ആയിരുന്നു വേൾഡ് ബാങ്ക് ആയിരുന്നു. ഇന്ത്യക്ക് റൈറ്റ്സ് കിട്ടിയ നദികൾ രവി, ബിയാസ്, സത്ലജ്, പാകിസ്ഥാന് സിന്ധു, ചെനാബ്, ജലം. പിന്നെ ഇതിൽ പങ്കെടുത്ത ലോക്കൽ ആയിട്ടുള്ള ടെററിസ്റ്റുകളെ നമ്മൾ വധിച്ച ദൗത്യത്തിന് കൊടുത്ത പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. പിന്നീട് ഈ പാകിസ്ഥാനുമായിട്ടുണ്ടായ ഇഷ്യൂസ്, അതായത് പാകിസ്ഥാൻ നമ്മളിൽ മേൽ നടത്തുന്ന നിരന്തരമായിട്ടുള്ള തീവ്രവാദ ആക്രമണങ്ങളെ കുറിച്ച് നമ്മുടെ മറ്റുള്ള, അതായത് ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യങ്ങളെ പിന്നീട് ഈ പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ നടത്തുന്ന നിരന്തരമായ തീവ്രവാദ ആക്രമണങ്ങളെ കുറിച്ച് ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 7 സംഘങ്ങളായിട്ട് തിരിഞ്ഞ് 33 രാജ്യങ്ങൾ നമ്മുടെ പ്രതിനിധികൾ സന്ദർശിച്ചു. ഇതിൽ യുഎസ്എ, കാനഡ അങ്ങനെ കുറെ രാജ്യങ്ങളിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തത് ശശി തരൂരാണ്. യുഎസിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തവരാണ് ലോക്സഭ എം പി ശശി തരൂരാണ്. അതുപോലെ ഈജിപ്റ്റ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത രാജ്യങ്ങളിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തത് സുപ്രിയ സുലെയാണ്. അതുപോലെ സൗദി, കുവൈറ്റ് അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തത് ബൈജയന്ത് പാണ്ഡെയാണ്. പേരെന്താണ്? ബൈജയന്ത് പാണ്ഡെ. ഈ പേരുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ യു കെ, ഇറ്റലി, ജർമ്മനി അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തത് രവിശങ്കർ പ്രസാദ് ആണ്. ആരാണ്? രവിശങ്കർ പ്രസാദ് ആണ്. അതുപോലെ യു എയിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തത് ഏക്നാഥ് ഷിൻഡെ ആണ്. ആരാണ്? ഏക്നാഥ് ഷിൻഡെ. യു എയിലേക്കുള്ള ടീമിനെ ആര് ലീഡ് ചെയ്തു? ഏക്നാഥ് ഷിൻഡെ ആണ് ലീഡ് ചെയ്തത്. അതുപോലെ ഇന്തോനേഷ്യ, അതായത് ഏഷ്യൻ രാജ്യങ്ങളാണ്. ഇന്തോനേഷ്യ, ജപ്പാന്, സിംഗപ്പൂർ അങ്ങനെ ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള ടീമിനെ ലീഡ് ചെയ്തത് സഞ്ജയ് കുമാർ. ആരാണ്? സഞ്ജയ് കുമാർ. പിന്നെ സ്പെയിന്, റഷ്യ ഈ 2 രാജ്യങ്ങളിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തത് കനിമൊഴിയാണ്. അപ്പൊ ഈ 7 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഇവർ 33 രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. ഈ 33 രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമായിട്ട് ഒരു രാജ്യം അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം യുഎസിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്ത ആരെന്ന് ചോദിച്ചാലാണ്? ശശി തരൂരാണ്. യുഎസിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്ത ആരാണ്? ശശി തരൂരാണ് യുഎസിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തത്. ഈജിപ്തിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്ത ആരാണ്? സുപ്രിയ സുലെ. ഈജിപ്തിലേക്കുള്ള ടീമിനെ ആര് ലീഡ് ചെയ്തു? സുപ്രിയ സുലെയാണ് ഈജിപ്തിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തത്. അതേപോലെ സൗദിയിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തത് ബൈജയന്ത് പാണ്ഡ. സൗദിയിലേക്കാരാണ്? ബൈജയന്ത് പാണ്ഡ. ദെൻ യു കെയിലേക്ക് രവിശങ്കർ പ്രസാദ്. യു കെയിലേക്കാരാണ്? രവിശങ്കർ പ്രസാദ്. അതേപോലെ യു എയിലേക്ക് ഏക്നാഥ് ഷിൻഡെ. യു എയിലേക്കാരാണ്? ഏക്നാഥ് ഷിൻഡെ ആണ്. ഇന്തോനേഷ്യയിലേക്കാണെങ്കിൽ സഞ്ജയ് കുമാർ ആണ്. ഇന്തോനേഷ്യയിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തതാണ് സഞ്ജയ് കുമാർ ആണ് ഇന്തോനേഷ്യയിലേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തത്. അതേപോലെ സ്പെയിൻ, റഷ്യ എന്നിവിടേക്കുള്ള ടീമിനെ ലീഡ് ചെയ്തതാണ് കനിമൊഴിയാണ്. അപ്പൊ ഇവിടെ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്ന നാഷണൽ ലെവലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് നമ്മൾ പഠിച്ചെങ്കിൽ പോലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അത് എന്ന് നടന്നു, എവിടെ നടന്നു, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത സ്ഥലങ്ങൾ, വ്യക്തികൾ, അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്, മീൻസ് നമ്മൾ ഡെവലപ്മെന്റ്സ് എന്ന് പറയും. പിന്നെ അതുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കലോ ആയിട്ടുള്ള നീക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ടോപ്പിക്ക് ഇങ്ങനെ പഠിച്ചാലുള്ള ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പരീക്ഷയ്ക്ക് ഡയറക്റ്റോ സ്റ്റേറ്റ്മെന്റോ ഇൻഡയറക്റ്റോ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഒരു ടോപ്പിക്ക് ഇങ്ങനെ പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു ഇതായിട്ട് കിട്ടുന്നത് പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം എന്താണ്, എങ്ങനെയായാലും നമ്മൾ പ്രിപ്പയർഡ് ആണ്. ഈ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ ടോപ്പിക്കും കൃത്യമായി പഠിച്ച് റാങ്ക് മേക്കിംഗ് പാർട്ടായ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് എഴുതുന്ന എല്ലാ പരീക്ഷയിലും ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു വാക്കാണ്. ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക, കൃത്യമായി നമ്മൾ തരുന്ന ഇൻസ്ട്രക്ഷൻസും അതേപോലെ നോട്ടുകളൊക്കെ പഠിക്കുക. പിന്നെ ഈ ഒരു ഭാഗത്ത് യാതൊരു ടെൻഷനും വേണ്ട, നമുക്ക് റാങ്ക് മേക്കിംഗ് പാർട്ടിൽ ഏറ്റവും ടോപ്പിലെത്താനും സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ടു ഓൾ.